തൊണ്ടയാട് ബൈപ്പാസ് റോഡിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു കാറ് കിടന്നു. ഓവർ. തൊണ്ടയാട് ബൈപ്പാസ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ഓവർ. ആംബുലൻസോടാണോ നിന്റെ കളി വാട്ടി? എന്താ തനിച്ച്? അവരൊക്കെ എവിടെ? ചിലക്കാണ്ട് പോകുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ഏയ് മുസ്തഫ, നിന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഏത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വെട്ടിയത്? ബാബ ഷോപ്പിൽ നിന്നല്ല. സെൽഫ് കട്ടിംഗ് ആണോ? ഒരു ഫ്രണ്ട് വെട്ടി തന്ന. ഫ്രണ്ട് എന്ന് പറഞ്ഞാ ഗേൾ ഫ്രണ്ട് ആണോ? എന്തായിരുന്നു അവളുടെ പേര്? മറന്നു. സൽമ. ആ, കണ്ടാ പറയത്തില്ല അവള് വെട്ടുവന്ന്. പുറത്തുള്ളവർക്ക് വെട്ടിക്കൊടുക്കുവോ? കണ്ടില്ലേ ഈ മുടി? ഇത് നല്ല സ്റ്റൈലായിട്ട് വെട്ടാൻ. നീ പറഞ്ഞാൽ അവള് വെട്ടിത്തരും, പറയില്ലേ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ അങ്കിളല്ലേ? ഏയ് മുസ്തഫ, കോഫി? എന്താ പേര്? മുസ്തഫ. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ.
എനിക്ക് മുസ്തഫയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ജോസ്, അലക്സ്, പിന്നെ ഒരുത്തരുണ്ടല്ലോ, ആരാത്? സോളമൻ. ആ, സോളമൻ. അവനെ മാത്രം കിട്ടിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തൻ്റെ മുഴുവൻ പേരെന്താന്ന് പറഞ്ഞു? മുസ്തഫ അഹമ്മദ്. അഹമ്മദ് ഫാദറാണോ? അതെ. താൻ ഈ ഇവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ വീടുമായിട്ടുള്ള ബന്ധം? എൻ്റെ മമ്മിയുടെ വീടാണ്. ആ, അപ്പോൾ ഈ ജോസും അലക്സും? മമ്മിയുടെ ബ്രദേഴ്സാ. മമ്മിയുടെ പേര്? അലീന കാർലൂസ്. മമ്മി ഇവരുമായിട്ടൊക്കെ എങ്ങനെയാ? വരവും പോക്കൊക്കെ ഉണ്ടോ? ഇല്ല, മമ്മി മരിക്കുന്നവരെ എനിക്കും ബന്ധമില്ലായിരുന്നു. മമ്മി മരിച്ചിട്ട് കുറേ നാളായോ? കഴിഞ്ഞ മാസം മരിച്ചു. ക്യാൻസർ ആയിരുന്നു. ഇന്നലെ മുസ്തഫ എവിടെയായിരുന്നു? ജോസങ്ങളുടെ വീട്ടിൽ. ഇന്നലെ രാത്രി അവരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പറ, എവിടേക്കാ പോയത്? അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച എബിയങ്കിളുമായിട്ട് എങ്ങനെയാ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എബിയങ്കിളിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ, അപ്പം മറ്റുള്ള അങ്കിൾമാരൊക്കെ പ്രശ്നക്കാരായിരുന്നല്ലേ? അങ്ങനെയല്ല, എബിയങ്കിൾ ഒരു പാവമായിരുന്നു. എബിയങ്കിൾ കൊല്ലപ്പെടുമ്പോൾ മുസ്തഫ എവിടാ? ഞാൻ മമ്മിയുടെ ഒപ്പം വീട്ടിലായിരുന്നു. എങ്ങനെയായിരുന്നു അങ്കിളുമാരുടെയൊക്കെ റിയാക്ഷൻസ്? മനസ്സിലായില്ല. അല്ല, ഈ വെടിയേറ്റാണല്ലോ മരിച്ചത്. ഈ അമ്മാവന്മാരൊക്കെ എങ്ങനെയാ പ്രതികരിച്ചത്? അവരെല്ലാം വലിയ സങ്കടത്തിലായിരുന്നു. ഈ സങ്കടം എന്ന് പറയുമ്പോൾ സങ്കടം സഹിக்க വയ്യാതെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ? ആരായാലും അങ്ങനെയൊക്കെയല്ലേ? സോളമനങ്ങൾ മാത്രമേ ബഹളം വെച്ച്. ആ, അപ്പൊ ഈ സോളമനങ്ങളായിരിക്കും പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇല്ല സാർ, ബഹളം വെച്ചത് ശരിയാ. പിന്നെ കുറെ നേരം കരഞ്ഞു. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ് കുമാർ. ഇത് നോർത്ത് CI അലക്സ് പോൾ. മുസ്തഫ എന്തെങ്കിലും കഴിച്ചിരുന്നു? കഴിച്ചോ സാർ. ആവശ്യം വരുമ്പോൾ വിളിക്കും. ഇനിയും കാണേണ്ടി വരും. ആ സമയത്ത് ഞാൻ എബിയുടെ വീട്ടിലായതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവർ ഈ മരണം ചോദിച്ചു വാങ്ങിയതാ. ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നിങ്ങളൊക്കെ? നമ്മുടെ എബിയെ കൊന്ന് അവനെ പിന്നെ എന്ത് ചെയ്യണമെന്ന മമ്മ പറയുന്നത്? കൊന്നു തള്ളണ്ടേ? പൊന്ന വേണ്ടായിരുന്നോ? മമ്മ പറ. അവൻ എൻ്റെ മോന. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ലാളിച്ചതും അവനെയാ. ഈ വയറ്റിന്ന് അവൻ വന്നത്. അപ്പൊ അവനെ കൊന്നവരോട് നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല. ജോസെ, അല്ലെങ്കിലേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ നീ. ഇനി ഈ പേരും പറഞ്ഞ് അവര് വീട്ടിൽ കയറി നിരങ്ങും. നിങ്ങളുടെ അപ്പന്റെ കാലത്ത് ഒരുത്തനും ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല.